ഹായ് ഫ്രണ്ട്സ്, ബി സ്ട്രോങ് പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഹാൻഡ് സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള കുറച്ച് റൊട്ടേഷനാണ്. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൈകളുടെ റൊട്ടേഷൻ കൊണ്ട് തന്നെ നമ്മുടെ ഹാൻഡ് സ്പീഡ് വർദ്ധിപ്പിക്കും. അപ്പോൾ അതിനുള്ള കുറച്ച് റൊട്ടേഷൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആർക്കും, ഏത് ശരീരപ്രകൃതിക്കാർക്കും, ഏത് പ്രായക്കാർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. കൈയൊക്കെ നല്ല സ്പീഡും ഫ്ലെക്സിബിളും ഒക്കെ ആകുന്ന വഴി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലാക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു ആം സർക്കിൾ നോക്കാം. നിങ്ങളൊരു ഫാനിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൻ കറങ്ങുമ്പോൾ സ്ലോവിൽ തുടങ്ങി ഗ്രാജുവലായിട്ട് സ്പീഡ് കൂടുന്ന പോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ലോവിൽ തുടങ്ങുക. അതിനുശേഷം ഗ്രാജുവലായിട്ട് സ്പീഡ് കൂട്ടുക. അടുത്തൊരു റൊട്ടേഷൻ 1 by 1 ആയിട്ട് ഓരോ കൈമുന്നിലേക്ക്. ഇതും സ്ലോവിൽ തുടങ്ങുക. അതിനുശേഷം പതിയെ സ്പീഡ് കൂട്ടുക. അടുത്തൊരു മൂവ്മെൻറ്റ് വൈഡ് റേഞ്ചിലാണ്. ഇതുപോലെ 1 by 1 ആയിട്ട് അടുത്ത റൊട്ടേഷൻ ഓപ്പോസിറ്റ് സൈഡാണ്. ഒരു കൈ മുകളിലേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത കൈ താഴേക്ക്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫ്രണ്ടും ബാക്കുമായിട്ട് ഇറങ്ങുക. അപ്പോൾ അത് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെയാണ്, സ്ലോവിൽ ചെയ്യുക. ഒരു കൈ ഇങ്ങോട്ട് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ അടുത്ത കൈ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ചെയ്യാണ്ട് ഇത് പഠിച്ചെടുക്കാണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ പതിയെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ഒരു മൂവ്മെൻറ്റ് നമുക്ക് പഞ്ച് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് നോക്കാം. നിങ്ങൾ ഓരോ പഞ്ച് ചെയ്യുന്ന പോലെ ഓരോ കൈ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. 1 2 3 4 ഇതുപോലെ സ്ലോവിൽ ചെയ്യുക. അതിനുശേഷം പതിയെ പതിയെ സ്പീഡ് കൂട്ടുക. അതുപോലെ ഒരു റൊട്ടേഷൻ കൂടി നോക്കാം. കൈകൾ രണ്ടും ഇങ്ങനെ വയ്ക്കുക, സ്ട്രൈറ്റ് ആയിട്ട് വിടുക. ഒരു കൈ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം അടുത്ത കൈ കൊണ്ടുപോയി റൊട്ടേറ്റ് ചെയ്യുക. ഓരോ തവണ ചെയ്യുമ്പോഴും സ്പീഡ് കുറച്ചൊന്ന് കൂട്ടുക. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു റൊട്ടേഷൻ നോക്കാം. കൈകൾ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് പിടിക്കുക. കുറച്ചത് ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷൻ പിടിക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്യുക. ഓരോ കൈ അടുത്ത കൈയിൻ്റെ ഔട്ടറിൽ കൂടി ഒന്ന് റൗണ്ട് ചെയ്യുക. സ്ലോവിൽ ചെയ്യുക. ഇത് പതിയെ കൂട്ടുക. നമ്മൾ നേരത്തെ പഞ്ച് ചെയ്തതിൻ്റെ ആ ഒരു ടെക്നിക്ക് തന്നെയാണ് വരുന്നത്. അത് പതിയെ സ്പീഡ് കൂട്ടുക. ശരിക്കും ഇതിൽ ഫാൻ കറങ്ങുന്ന പോലെ ഒരു എയർ ശരിക്കും നമ്മളിലേക്ക് ഫീൽ ചെയ്യും ആ റൊട്ടേഷൻ സ്പീഡ് ആകുമ്പോഴത്തേക്കും. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.